നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, എല്ലാവർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം. ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 കർക്കിടക മാസം 17-ാം തീയതി മുതൽ 2025 ജൂലൈ 30-ാം തീയതി മുതൽ ഉള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ നാം വാരഫലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹസ്ഥിതികൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. നാം ഈ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ അത്തം നക്ഷത്രത്തിലാണ്, കന്നിരാശിയിലാണ് ചന്ദ്രനുള്ളത്. മറ്റ് വിശേഷിച്ച് ഗ്രഹങ്ങൾക്ക് വലിയ സ്ഥാനചലനങ്ങൾ ഒന്നുമില്ല. ശുക്രൻ മിഥുനത്തിലേക്ക് ശക്തമായി വന്നു കഴിഞ്ഞു, ചൊവ്വയും കന്നിരാശിയിലേക്ക് വന്നു കഴിഞ്ഞു. അതിനാൽ നാം ചർച്ച ചെയ്യുന്ന ഈ വാരഫലം ശുഭാശുഭങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്ക് എപ്രകാരം അവരെ സ്വാധീനിക്കുന്ന ശുഭാശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഡോക്ടർ മാരാർജിയിലേക്ക് സുസ്വാഗതം. ഈ വാരം കന്നിരാശിക്കാർക്ക് രാശിയിൽ ചന്ദ്രനും ചൊവ്വയുമുണ്ട്. 6-ാം ഭാവത്തിൽ രാഹു, 7-ാം ഭാവത്തിൽ ശനി, 10-ാം ഭാവത്തിൽ ഗുരുശുക്രന്മാർ, 11-ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, 12-ാം ഭാവത്തിൽ കേതു. ഇവിടെ കന്നിരാശിക്കാർക്ക് രാശി അധിപനായ ബുധൻ 11-ാം ഭാവത്തിൽ സ്ഥലാഭഹ, നല്ല ലാഭത്തോടുകൂടി എന്ന് പറഞ്ഞ് സൂര്യനോടുകൂടെ 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. പലപ്പോഴും സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ കിട്ടുക, സർക്കാരിൽ നിന്നും തനിക്ക് വിശേഷപ്പെട്ട അധികാരങ്ങൾ ലഭിക്കുക, പുതിയ പ്രൊമോഷൻസ് ലഭിക്കുക, ഇതിനൊക്കെ വളരെ അനുകൂലമാണ് കന്നിരാശിക്കാർക്ക്. രാശി ഒരു ഊർധ്വമുഖ രാശിയാണ്. അപ്പോൾ ഊർധ്വാസയെ തനുകെ പ്രസൂതിക്ക്, ഊർധ്വമുഖ രാശി വരുമ്പോൾ പ്രസൂതി, പുതിയ തുടക്കം, പദ്ധതി, ജനനമുണ്ടാകും. ഗതകാര്യാരംഭിണാം പൃച്ഛതാം ഔന്നത്യം, യാത്ര പോകുന്നവർക്ക് ഗുണം വരും. മഹദർത്ഥ പൗരുഷ യശസ്ഥാനാധികം ച ഭവേത്, നല്ല പേര്, പ്രശസ്തി, യശസ്, സ്ഥാനമാനങ്ങൾ ഇതൊക്കെ ലഭിക്കും. ആർക്ക്? കന്നിരാശിക്കാർക്ക്. ഇവിടെ രാശിയിൽ ചന്ദ്രനും ചൊവ്വയും കൂടെ ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. അതൊരു ശശിമംഗല യോഗമാണ്, ലക്ഷ്മി യോഗമാണ്. ആ ലക്ഷ്മി യോഗത്താൽ പലപ്പോഴും കർമ്മമേഖലയിൽ തനിക്ക് വലിയ ഗുണം വരും. ഇവിടെ ജാതകത്തിൽ 7-ാം ഭാവം, തൻ്റെ യാത്ര, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന വ്യാഴം അതിശക്തമായി ഭാഗ്യാധിപനോടുകൂടി യോഗം ചെയ്ത് 10-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ നല്ല യാത്ര, നല്ല കർമ്മമേഖലയിൽ നല്ല പുത്തനൊരു ഉണർവ്, വിദേശത്ത് പോകുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു ലക്ഷ്മി യോഗമുള്ള സമയമാണ്. അതിനാൽ വിദേശയാത്രക്ക് ശ്രമിക്കുക. അവിടെയും കന്നിരാശിക്കാർക്ക് കണ്ടകശനിയുണ്ട്. അതിനാൽ ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥനയോടുകൂടി ശനിയാഴ്ച നെയ്വിളക്ക് കത്തിക്കുക, അയ്യപ്പനെ, അല്ലെങ്കിൽ നീരാഞ്ജനം ചെയ്യുക. ഓം ശം ശനീശ്വരായ നമഃ. യാത്ര പെട്ടെന്ന് സാധ്യമാവണമെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ഗതോപ്പിക്കുക, അവൽ നിവേദ്യം വഴിപാടായി ചെയ്യുക. ശ്രീരാമസ്വാമിക്ക് അവിടെ തുളസിമാല, പാൽപ്പായസ വഴിപാടായി ചെയ്യുന്നതും വളരെയധികം നിങ്ങളുടെ യാത്രക്ക് അനുകൂലമായി വരും. ശാരീരികമായി പല്ലുകളെ വളരെയധികം ശ്രദ്ധിക്കുക, പല്ലുകൾക്ക് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, 11 നിൽക്കുന്ന സൂര്യൻ അംഗീകാരങ്ങൾ ധാരാളം തരുന്നതാണ്. പ്രതാപനകളെ ശത്രവ സമ്പദന്തി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ചമത്കാര ചിന്താമണിയിൽ. തൻ്റെ പ്രതാപത്തിൽ തന്നെ ശത്രുക്കൾ നശിച്ചു പോകുന്നു. ശ്രീയോനേകഥ, പല രീതിയിലുള്ള സമ്പത്തുകൾ വരും അവിടെ. ദുഃഖമങ്കോദ്ഭവാനം, വൈകല്യവാനായ സൂര്യൻ 11-ാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ സന്താനങ്ങൾക്ക് അശ്രയസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ ഗർഭിണികൾക്ക് അബർഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ജനിച്ച കുട്ടികൾക്കുണ്ടാകുന്ന ശാരീരികമായ ക്ലേശങ്ങൾ, ഫിറ്റ്സ് മുതലായ രോഗങ്ങൾ വരിക. മറ്റ് വലിയ ബുദ്ധിമുട്ടുകൾക്കൊന്നും കന്നിരാശിക്കാർക്കില്ല. കന്നിരാശി എന്നാൽ നിങ്ങൾക്കറിയാം, ഉത്തരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഏതായാലും ഇവിടെ ദുർബലമായി നിൽക്കുന്ന ഗ്രഹം 12-ലെ കേതുവാണ്. രാഹുകേതു പ്രീതി നവഗ്രഹ ക്ഷേത്രത്തിൽ ചെയ്യുക, അല്ലെങ്കിൽ ആയില്യപൂജ, സർപ്പൂജ ചെയ്യുക. അസമയത്തുള്ള വിഷസ്പർശമേൽക്കാൻ സാധ്യത കൂടിയ വാരമാണ്, ശ്രദ്ധിക്കുക. നമസ്തേ.